ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾ അടുത്തു വരുമ്പോൾ കേരളത്തിൽ വലിയ ട്വിസ്റ്റ് തന്നെ സംഭവിക്കുന്നു എന്നാണ് പുറത്ത് വരുന്ന ഒരു വിവരം. ഒരു വലിയ അടിയൊഴുക്ക് സംഭവിക്കുന്നു. BJP തന്നെ പറയുന്നത് അവർക്ക് പ്രധാനമായി 5 A ക്ലാസ് മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ ഒരു മികച്ച മുന്നേറ്റം നടത്താൻ കഴിയും എന്ന് പറയുമ്പോൾ തന്നെ 5 അല്ല അതിലും മുകളിൽ BJPക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് MKT റിസർച്ച് ടീമിൻ്റെ ഗ്രൂപ്പ് ലീഡറായ സവ്യസാജി റിപ്പോർട്ട് ചെയ്യുന്നു. ഇദ്ദേഹം ഇതിനു മുമ്പ് 19 വർഷമായിട്ട് ഈ റിസർച്ച് ഗ്രൂപ്പിൽ, അതായത് സർവേ ടീമിലെ ഒരു പ്രധാനപ്പെട്ട അംഗമാണ്. പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ സർവേകളൊക്കെ കൃത്യമായി തന്നെ വരാറുമുണ്ട്. ഏതായാലും അദ്ദേഹം കേരളത്തിൽ അവരുടെ ഗ്രൂപ്പ് നടത്തി. ഈ ഗ്രൂപ്പാണ് സർവേകളും മറ്റും നടത്തിയിട്ട് മറ്റ് ഏജൻസികൾക്ക് കൈമാറുന്നത്. ആ ഗ്രൂപ്പ് നടത്തിയ സർവേയിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇങ്ങനെയാണ്. തൃശ്ശൂരിൽ നിലവിലത്തെ സ്ഥിതി, ഇത് നിലവിലത്തെ സ്ഥിതിയാണ് അദ്ദേഹം പറയുന്നത്. തൃശ്ശൂരിൽ നിലവിലത്തെ സ്ഥിതി NDA LDFനേക്കാൾ, അവിടെ LDFും BJPയും തമ്മിലാണ് മത്സരം. അവിടെ BJP LDFനേക്കാൾ 2% ലീഡ് ഉയർന്നു നിൽക്കുന്നത്. അതായത് 2% മുൻതൂക്കമാണ് ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത് സുരേഷ് ഗോപിക്കുള്ളത്. UDF നിലവിൽ 3-ാം സ്ഥാനത്താണ് തൃശ്ശൂർ എന്നാണ് ഈ സർവേ ഫലം പറയുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് UDFന് തന്നെയാണ് മുൻതൂക്കം. അവിടെയും NDA ശക്തമായ രീതിയിൽ മുന്നേറുന്ന ഒരു കാഴ്ച. LDF അത്ര അശക്തരല്ല എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതൊരു ഒരു പ്രത്യേകത നിറഞ്ഞൊരു കാര്യമാണ്. കാരണം അവിടെ എല്ലാ തവണയും, അത് കഴിഞ്ഞ 2 തവണയും LDF 3-ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ ഇത്തവണ LDF അത്ര മോശമായ പ്രകടനമല്ല ഇപ്പോൾ നിലവിൽ കാഴ്ചവെക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊന്ന് പത്തനംതിട്ടയാണ് അക്ഷരാർത്ഥത്തിൽ BJP ഞെട്ടിക്കാൻ പോകുന്ന ഒരു മണ്ഡലം എന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഇവരുടെ ഒരു റിസർച്ച് കണ്ടെത്തിയിരിക്കുന്നത്, ഇവരുടെ ഒരു സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത് പ്രവചനാതീതമായ മത്സരം, ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത വിധമായി മാറിയിരിക്കുന്നു പത്തനംതിട്ടയിലെ മത്സരമെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ചില ദേശീയ ഏജൻസികൾ ചാനലുകൾ നടത്തിയ സർവേയിൽ 2-ാം സ്ഥാനത്ത് തോമസ് ഐസക്കും ഒപ്പം തന്നെ അനിൽ ആന്റണിയും ഉള്ള ഒരു കാഴ്ചയാണെങ്കിൽ ഇപ്പോൾ ഇത് പറയുന്നു 3 പേരും ഒരുപോലെയാണ്. ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത വിധത്തിലേക്ക് മത്സരം മാറിയിരിക്കുന്നു. ഒരുപക്ഷെ പത്തനംതിട്ട BJPക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലമായി മാറിയേക്കാം. ആറ്റിങ്ങിലേക്ക് വരുമ്പോൾ LDFനാണ് നിലവിൽ ഒരു നേരിയ മുൻതൂക്കമുള്ളത്. NDAയും UDFും ഒരുപോലെ കട്ടയ്ക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തുന്നത് എന്ന് പറയുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ കഴിഞ്ഞ തവണ UDF ജയിച്ച സീറ്റാണ്, അടൂർ പ്രകാശ് ജയിച്ച സീറ്റാണ്. അവിടെയാണ് LDFന് നേരിയ മുൻതൂക്കവും. BJP മുരളീധരനാണ് അവിടെ മത്സരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ നടക്കുന്നതെന്ന് അവസാന നിമിഷത്തിൽ അട്ടിമറിക്ക് സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ. മറ്റൊന്ന് ആലപ്പുഴ മണ്ഡലത്തെക്കുറിച്ചാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം തന്നെ നടത്തുമെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ രീതിയിൽ വോട്ട് ഉയർത്തുമെന്നും ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി അവസാന നിമിഷം സൃഷ്ടിക്കപ്പെടുമെന്നുമാണ് പറയുന്നത്. മറ്റൊന്ന് പാലക്കാട് UDFൻ്റെ പ്രചരണത്തേക്കാൾ മുൻപിലാണ് NDAയുടെ പ്രചരണം. ഇവിടെ NDA 2-ാം സ്ഥാനത്തെത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം ന്യൂനപക്ഷ വോട്ടുകൾ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. അവിടെ UDFനേക്കാൾ പ്രചരണത്തിൽ NDA തന്നെയാണ് മുൻപിൽ. വളരെ ശക്തമായ ഒരു പ്രചരണം പാലക്കാടും നടത്തുന്നത്. ഏതായാലും 6 മണ്ഡലങ്ങളാണ്. BJP അവരുടെ 5 A ക്ലാസ് മണ്ഡലങ്ങളാണ് പറയുന്നതെങ്കിൽ ഈ റിപ്പോർട്ടിൽ 6 മണ്ഡലങ്ങളാണ് പറയുന്നത്. തൃശ്ശൂർ, തിരുവനന്തപുരം, പത്തനംതിട്ട, ആറ്റിങ്ങൽ, ആലപ്പുഴ, പാലക്കാട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് പത്തനംതിട്ട തന്നെയാണ്. തൃശ്ശൂർ ഒരു മേൽക്കൈ ഉണ്ട് എന്ന് തന്നെ പറയുന്നു. ബാക്കിയുള്ളിടത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നുകൂടി ഈ സർവേ റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്.